എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 203-ാമത്തെ എപ്പിസോഡാണ്. ബുക്ക് റിവ്യൂയുടെ 53-ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 17-ാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം കാണാൻ പോകുന്നു. ഇതിൻ്റെ 202 വീഡിയോയിൽ 17-ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു. ഇന്ന് സെക്കൻഡ് ഹാഫ് കണ്ട് ഈ ചാപ്റ്ററിനെ അങ്ങ് തീർക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിന് ഡോക്ടർ മർഫി കൊടുത്തിരിക്കുന്ന ഹെഡിങ് തന്നെ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഹൗ ടു യൂസ് യുവർ സബ് കോൺഷ്യസ് ഫോർ ഫർഗീവ്നെസ്. ഫർഗീവ്നെസ് എന്ന് വെച്ചാൽ ക്ഷമിക്കുക. ഓക്കെ, ഫർഗീവ്നെസ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൽ എങ്ങനെയാണ് നമ്മൾ മറ്റവരെ ക്ഷമിക്കേണ്ടത്. ശരി ചെയ്തു, സോറി, ഓക്കെ, ഗോ, ഗെറ്റ് ഔട്ട്, അങ്ങനത്തെ ക്ഷമിക്കുന്നതല്ല. ഓക്കെ, നമ്മളെ ഒരാളെ ശരി നീ ചെയ്ത തെറ്റിനെ ക്ഷമിച്ചു എന്ന് പറയുമ്പം വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്രാവശ്യം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഫർഗീവ്നെസ് ഈസ് നെസസറി ഫോർ ഹീലിംഗ്. ഈ ഹീലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളെ സുഖപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ദേഹരീതിയായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്, മനസ്സിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനെയാണ് മെൻ്റൽ ഡിസീസ് എന്ന് പറയുന്നത്. മെൻ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ ഇങ്ങനെ കൂടി അടഞ്ഞ് വരുമ്പോഴേ അത് രോഗമായിട്ട് മാറും. ഓക്കെ, മെൻ്റൽ ഡിസീസായിട്ട് മാറും. അപ്പം ഈ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി, സുഖപ്പെടുത്തുന്നത്, അതാണ് അതിനകത്ത് പറയേണ്ടത് ഹീലിംഗ് എന്നുള്ളത്. ഇപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡോക്ടർക്ക് പോകുക, ചികിത്സിക്കുക, അത് ട്രീറ്റ്മെൻറ്റ്. ഇതും ഒരുവിധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതിന് പേര് ഹീലിംഗ്. ഹീലിംഗ് എന്ന് വെച്ചാൽ സുഖപ്പെടുത്തുന്നു. സുഖപ്പെടുത്തുന്നതിനും ചികിത്സിക്കുന്നതിനും വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു മരുന്ന് കൊടുത്തു, ഒരാളിന് അസുഖം മാറി, അതാണ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഈ സുഖപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ മനസ്സിലുള്ള വേദനയെല്ലാം മാറ്റി ദേഹത്തിലുള്ള അതിൻ്റെ എന്തുവാ മനസ്സിൻ്റെ പ്രയാസം ദേഹത്തിൽ പല അസുഖങ്ങളായിട്ട് വരും. അപ്പം അതിനെയൊക്കെ ഗുണപ്പെടുത്തുക, സുഖപ്പെടുത്തുക, അതിൻ്റെ പേരാണ് ഹീലിംഗ്. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന്, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹീലിങ്ങിനെ കുറിച്ചാണ്. ഇതിൽ ഈ ഫർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ മറ്റവരെ അങ്ങ് ക്ഷമിച്ച് കളയുക. അതായത് നമ്മളെ കുത്തി നോവിപ്പിച്ചവരെ, അത് മനസ്സുകൊണ്ടാണെങ്കിലും ശരി, ദേഹം കൊണ്ടാണെങ്കിലും ശരി, അവരുടെ വാക്കുകൾ കൊണ്ടാണെങ്കിലും ശരി, നമ്മുടെ ദേഹത്തിലോ മനസ്സിലോ കുറേ മുറിവുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ദിവസവും അത് നമ്മളുടെ അനുഭവത്തിലുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എല്ലാവരുടെ അനുഭവത്തിലും അത് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനി ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം നമ്മളെ ചുറ്റിയുള്ള ആൾക്കാർ നമ്മളെ ഇങ്ങനെ വേദനപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ഒന്നിനും കൊള്ളരുത് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സദാസർവകാലവും നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ സ്വന്തം ഈ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എടുത്താൽ ഏറ്റവും അടുത്തുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു പ്രായത്തിൽ അമ്മയുടെ അച്ഛൻ്റെ റിലേഷൻഷിപ്പ്, നമ്മളുടെ കൂടപ്പിറപ്പുകളുടെ റിലേഷൻഷിപ്പ്, അതാണ് നമുക്ക് വലിയത്. പക്ഷേ കല്യാണമൊക്കെ കഴിയുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലൈഫ് പാർട്ട്ണർ, ജീവിത പങ്കാളി, സ്പൗസ് എന്നൊക്കെ പറയും. അപ്പം ഈ ജീവിത പങ്കാളിയാണ് കൂടാണ് നമ്മൾ ഒരുപാട് സമയം ക്ലോസ് ആയിട്ട് നമ്മൾ ഇടപഴകുന്നത്.
അങ്ങനെയുള്ളപ്പം ആ സ്പൗസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരു നല്ല വാക്ക്, ഒരു സപ്പോർട്ട്, ഒരു സഹായം, ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ, ഒരു സ്നേഹം, ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ ആ റിലേഷൻഷിപ്പിന് അർത്ഥമുള്ളൂ. അല്ലാതെ സദാസർവകാലവും നമ്മളെ കുറ്റപ്പെടുത്തുക, ഒന്നിനും കൊള്ളരുതാത്തതെന്ന് പറഞ്ഞ് അടിച്ചമർത്തുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ശരിയില്ല, ഇത് ശരിയല്ല, നിനക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, നിനക്ക് ഒന്നിനും കൊള്ളരുത്, നീ പറയുന്നതെല്ലാം തെറ്റാണ്, ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എത്ര കാലം നമുക്ക് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റും? അതേ സമയത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇങ്ങനത്തെ ജീവിത പങ്കാളിയോട്ട് മുന്നോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്നും ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള റൂൾസ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് വിചാരിക്കുമ്പോഴെല്ലാം നമ്മളുടെ സ്പൗസിനെ എടുത്തെറിയുക, കളയുക, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക, മാറ്റിവെക്കുക എന്ന് പറയുന്നതൊക്കെ നടക്കുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ പല രീതിയിലും നമ്മളെ കൊച്ചിലേ തൊട്ട് നമ്മൾക്ക് പറഞ്ഞു തന്ന് നമ്മളെ വളർത്ത രീതി വേറെയാണ്. അതുമാത്രമല്ല, ഇപ്പം വഴക്കിട്ട് ഒരുപാട് കാശ് ചിലവ് ചെയ്ത് ആ ബന്ധത്തിനെ നമ്മൾ മുറിച്ച് കളഞ്ഞാലും അതിന് പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്? അതും ഒരു വലിയ ചോദ്യമാണ്. അപ്പം ബെസ്റ്റ് തിങ് എന്തുവാന്ന് വെച്ചാൽ അവരെ അങ്ങ് ക്ഷമിക്കുക. ഫർഗീവ്നെസ് ഓഫ് അതേഴ്സ്, മറ്റവരെ അതായത് നമ്മളെ വേദനപ്പെടുത്തിയവരെ ക്ഷമിക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ മെൻ്റൽ പീസിനും റേഡിയൻറ്റ് ഹെൽത്തിനുമാണ്. ഹെൽത്ത് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഹെൽത്ത്. നേരത്തെ ഹീൽ യുവർ ബോഡി എന്ന് പറഞ്ഞ് ഒരു 3 വീഡിയോ ഇട്ടു. ലൂയി ഹേ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ എഴുതിയ ഹീൽ യുവർ ബോഡി എന്നൊരു ഒരു ബുക്കിൻ്റെ റിവ്യൂ 3 വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലവർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെയാണ് വെളിയിൽ രോഗങ്ങളായിട്ട് ദേഹത്ത് പരിണമിക്കുന്നത്. ഓക്കെ, അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ആർത്രൈറ്റിസ്, ചെസ്റ്റ് പെയിന്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഇതൊക്കെ ഉണ്ടാകുന്നത് കൂടുതലും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അങ്ങനെ ഇങ്ങനെയെന്ന് എന്തൊക്കെ നമ്മൾ പേര് കൊടുത്താലും ഈ മനസ്സിലുള്ള പ്രയാസമാണ് ഇങ്ങനെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസായിട്ട് വരുന്നത്. ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം കൊണ്ടും വരും, പക്ഷേ അത് അത്ര രൂക്ഷമായിട്ടിരിക്കത്തില്ല. വളരെ രൂക്ഷമായിട്ട് ആർത്രൈറ്റിസ്, ഈ കൈയും കാലും ഒക്കെ വളയുന്നത്, അത്രയ്ക്ക് വളരെ 3rd സ്റ്റേജിലൊക്കെ കൊണ്ട് വിടുന്നത്, അതേപോലെ ക്യാൻസർ, അതേപോലെ ഈ ചെസ്റ്റ് പെയിന്, അതൊക്കെ ഈ ചെസ്റ്റ് പെയിന്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒന്നും ആ നിമിഷം വരുന്നതല്ല. അത് കുറേ നാൾ കൊണ്ട് മനസ്സിൽ ഇങ്ങനെ സ്ട്രെസ്സ് അടഞ്ഞ് അതിന് താങ്ങുന്നവരെ താങ്ങാൻ വയ്യാതെ പോകുമ്പോഴാണ് അത് പെട്ടെന്ന് അങ്ങ് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയെന്നൊക്കെ പേരുകൾ പറയുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇങ്ങനെ വരാൻ പോകുന്നില്ല. ഓക്കെ, അത് ഉള്ളിലിങ്ങനെ രോഗമായിട്ട് കിടന്നാണ് അത് വരുന്നത്. അപ്പോൾ അതിന് മെയിൻ കാരണം നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സാണ്. ആ മനസ്സിൻ്റെ സ്ട്രെസ് എന്തുകൊണ്ട്? നമ്മളെ ചുറ്റുമുള്ളവരെല്ലാവരും നമുക്ക് ആവശ്യത്തിന് അധികം സ്ട്രെസ്സ് തരുന്നുണ്ട്, ഇല്ലയോ? അപ്പം നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ നമുക്ക് ചുറ്റീന്നും പല ആരോസ്, അമ്പുകളാണ് നമ്മളിങ്ങനെ തുളച്ച് കയറുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സ്ട്രെസ്സായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് റേഡിയൻറ്റ് ഹെൽത്ത് എന്ന് വെച്ചാൽ നല്ല ദേഹാരോഗ്യവും മെൻ്റൽ പീസ്, മനസ്സിന് മെൻ്റൽ പീസ് എന്ന് വെച്ചാൽ മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾക്ക് ദ്രോഹം ചെയ്തവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ ക്ഷമിക്കുക. ഓക്കെ, അതിൽ 2 കാര്യമുണ്ട്. നമ്മളെ തന്നെ നമ്മൾ ക്ഷമിക്കണം.
മറ്റവരെയും ക്ഷമിക്കണം. നമ്മളെ നമ്മൾ ക്ഷമിക്കുന്നത് എങ്ങനെ? അത് നേരത്തെ കണ്ടു. സെൽഫ് ഫർഗീവ്നെസ് എന്ന് പറയുന്നത് അത് ഒരു ഡിവൈൻ ഓർഡറിൻ്റെ പോക്കിൽ പോകുക. ഡിവൈൻ ഓർഡറിൻ്റെ പോക്ക് എന്ന് പറയുമ്പോൾ എന്തുവാ? ദൈവം വിട്ട വഴി, എന്ത് നിശ്ചയിച്ചിരിക്കുന്നോ, എന്ത് നടക്കുന്നോ അതങ്ങ് നടക്കട്ടെ എന്ന് നമ്മൾ ഒന്ന് സമാധാനപ്പെടുക. അതിനാണ് ഈ സറണ്ടർ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോക്കണം. അത് നമ്മൾ ഫർഗീവ് ചെയ്യുന്ന കാര്യം, ക്ഷമിക്കുക. അതിനു മുമ്പേ നമുക്ക് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റവരെയും ക്ഷമിക്കാൻ അറിയണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയതാണ്. മറ്റവരെയെല്ലാം ക്ഷമിച്ച് നമ്മളെയും ക്ഷമിക്കുമ്പോഴേ നമ്മളും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വേണമെന്ന് ചെയ്യുന്നു, ചിലപ്പം വേണമെന്ന് ചെയ്യുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ ദേഷ്യത്തിൽ ചെയ്യുന്നു, അത് ഈ റെസ്പോണ്ട് ചെയ്യാതെ റിയാക്റ്റ് ചെയ്യുന്നു. ഒരുപാട് സമയത്തിൽ റിയാക്ഷനാണ് വരുന്നത്, റിയാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ റിയാക്റ്റൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റിവിറ്റി കൂടുന്നു. നമ്മൾ തെറ്റ് ചെയ്യുന്നു. അപ്പം തെറ്റ് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും നമ്മളതിനെ ആലോചിക്കുന്നത്, നമ്മളങ്ങനെ പറഞ്ഞിരിക്കരുത്, നമ്മളങ്ങനെ ചെയ്തിരിക്കരുത്. അതായത് ദേഷ്യത്തിൽ നമ്മൾ വാക്കുകൾ അങ്ങ് വെളി തള്ളുക. ദേഷ്യത്തിൽ എന്ത് പറയുന്നേ നമുക്കറിയാൻ വയ്യ. പടപടയെന്ന് അങ്ങ് പറഞ്ഞു തീരും. പറഞ്ഞു തീർന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒരു സമാധാനമായിട്ട് പോയി ഇരിക്കുമ്പം ആ ദേഷ്യത്തിൻ്റെ എല്ലാം കുറഞ്ഞ് വരുമ്പം നമ്മൾ വേറെ ഒരു രീതിയിൽ ചിന്തിക്കും. സമാധാനത്തോടുകൂടി ആ പ്രോബ്ലത്തിനെ നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിൽ തോന്നും, നമ്മളന്ന് അങ്ങനെ കത്തിയിരിക്കരുത്, നമ്മളത്രയും ഒച്ച വെച്ചിരിക്കരുത്, അങ്ങനെ വഴക്ക് പറഞ്ഞിരിക്കരുത്, അല്ലെങ്കിൽ അവനെ തിരിച്ച് കുത്തി നോവിപ്പിച്ചിരിക്കരുത്, നമ്മൾ ചെയ്തത് തെറ്റാ എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പം വലിയവരാണെങ്കിലും ശരി, കൊച്ചുങ്ങളാണെങ്കിലും ശരി, സദാസർവകാലവും നമ്മളിങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ പെർഫെക്റ്റാന്ന് ആരെ കൊണ്ടും പറയാനൊക്കത്തില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഓരോ നിമിഷവും നമ്മൾ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ശരി, എന്നിട്ടും നമുക്കറിയാണ്ട് നമ്മൾ ചെയ്തു പോന്നു, തെറ്റുകൾ ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റുകളെല്ലാം ചെയ്യുമ്പം നമ്മൾ ക്ഷമിക്കുക. ഈ ഗിൽറ്റ് ഫീലിംഗ് വെച്ചുകൊണ്ട് നടക്കരുത്. ഗിൽറ്റ് ഫീലിംഗ് എന്ന് വെച്ചാൽ കുറ്റബോധം. ഞാൻ അങ്ങനെ ചെയ്തു കളഞ്ഞു എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും ശരി പോട്ടെ, അറിയാതെ ചെയ്തു, അല്ലെങ്കിൽ ശരി പോട്ടെ, ആ ഒരു ദുർലഭമായ ഒരു നിമിഷത്തിൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തു പോയി, ഇനി അങ്ങനെ ചെയ്യരുത്. അതിൽ നിന്നൊരു പാഠം പഠിക്കണം. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ആവർത്തിക്കരുത്. ആ തെറ്റ് ചെയ്തത് കൊണ്ട് വരുന്ന പാഠം പഠിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ തെറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, സോ മറ്റവരെയും ക്ഷമിക്കാൻ പഠിക്കണം, നമ്മളെയും നമ്മൾ ക്ഷമിക്കണം. എപ്പോൾ നോക്കിയാലും മനസ്സിലെ ഒരാളിനെ കുറിച്ച് ഒരു നീരസമായിട്ടുള്ള ഒരു മുഷിച്ചിൽ ഒരാളെ മനസ്സിൽ വിചാരിക്കുമ്പോഴേ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും ഒരു ഇറിറ്റേഷൻ, ഒരു മുഷിച്ചിൽ, ഒരു നീരസമായിട്ടുള്ള ഒരു വെറുപ്പ്, അങ്ങനെയുള്ള വിചാരത്തോടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന അത് അവർക്ക് ദോഷം ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. അപ്പം നമുക്കൊരു നല്ല ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നേരെ ചൊവ്വേ അതിനെ കൈകാര്യം ചെയ്താലേ ഒക്കത്തുള്ളൂ. അപ്പം ഇതിലെന്തുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഈ മനസ്സിലിങ്ങനെ ഈ ഒരാളിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഒരാളെ കാണുമ്പോഴേ നമുക്ക് വെറുപ്പ്, ദേഷ്യം, അവരുടെ പുറത്ത് പഹ, ഗ്രഡ്ജ് എന്ന് വെച്ചാൽ പഹ, അവൻ അന്ന് ചെയ്തു, ഇത്ര 10 വർഷത്തിന് മുമ്പേ ചെയ്താണെങ്കിലും നമ്മളത് മറക്കുന്നില്ല. അപ്പം ഇങ്ങനെ മനസ്സിലിരിക്കുമ്പം അത് എന്തോ ആകുന്നെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് കയറി അത് വ്രണമാകുന്നു, അത് വലിയ വ്രണമാകുന്നു. ആ വ്രണമാണ് ദേഹത്ത് പിന്നെ ക്യാൻസറായിട്ടും ആർത്രൈറ്റീസായിട്ടും ഹാർട്ട് അറ്റാക്കായിട്ടും ഡയബറ്റീസായിട്ടും ഒക്കെ മാറുന്നത്. മനസ്സിലായോ? അപ്പം ഈ
ഫർഗീവ്നെസ് ഈസ് ലവ് ഇൻ ആക്ഷൻ. ഇതും നമ്മൾ നേരത്തെ കണ്ടതാണ്. ലവ് ഇൻ ആക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ലവിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കണ്ടു, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ തന്നെ കണ്ടു. എന്തുവാ ലവ് എന്ന് പറഞ്ഞാൽ? എപ്പോൾ നോക്കിയാലും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഐ ലവ് യു പറയുന്നതേ അല്ല. ലവ് എന്ന് പറഞ്ഞാൽ മറ്റാളെ മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മൾ മനസ്സിലാക്കുക, മറ്റേ ആളുടെ പുറത്തുള്ള ഒരു നല്ല അഭിപ്രായം. അതുമാത്രമല്ല, ആ വ്യക്തിയുടെ ഫീലിങ്സിന് നമ്മൾ മതിപ്പ് കൊടുക്കണം. അതാണ് റെസ്പെക്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ലവ്. 3 കാര്യത്തിൻ്റെ ഒരു കൂട്ടുചേർക്കയാണ് ലവ്. ലവ് എന്ന് വെച്ചാൽ എന്തുവാ? അവരെക്കുറിച്ചുള്ള നല്ല രീതിയിലും അവരെ മനസ്സിലാക്കാൻ പറ്റണം. എപ്പം മനസ്സിലാക്കാൻ പറ്റും? ശകലമെങ്കിലും ലെവലേശം എന്ന് പറയത്തില്ലേ, എന്തുവാ എള്ള് 7 കീറിയത്. ഇതൊക്കെ ഒരു ലോക്കൽ സംസാരമാണ്, പക്ഷേ ഇതിലൊക്കെ അർത്ഥമുണ്ട്. എള്ള് 7 കീറിയ, എള്ളെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അതിനെ 7 കീറിയ അത്രയെങ്കിലും സ്നേഹം വേണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സ്നേഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നു? അവരെ മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ പുറത്തുള്ള ആ ഫീലിങ്സ്, അതേപോലെ ഒരു റെസ്പെക്റ്റ്, അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധത്തിനാണ് ലവ് എന്ന് പേര്. അപ്പം ഫർഗീവ്നെസ് ഈസ് ലവ് ഇൻ ആക്ഷൻ. അപ്പോൾ ഫർഗീവ്നെസ് എന്ന് പറയുമ്പോൾ എന്തോ അർത്ഥം? എങ്ങനെ അവരെ ക്ഷമിക്കാൻ പറ്റും? അവർ ചെയ്തത് അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ വിചാരിച്ച് നോക്കണം. അവരെ മനസ്സിലാക്കാൻ നോക്കണം. മനസ്സിലായി? അവരുടെ ഫീലിങ്സ് എങ്ങനെ ആയിരുന്നു? എന്തുകൊണ്ട് ഒരാൾ നമ്മളെ ഇട്ട് വഴക്ക് പറയുന്നു? അയാൾ എന്തുകൊണ്ട് വഴക്ക് പറയുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തുകൊണ്ട് അയാൾ അങ്ങനെ നമ്മളുടെ അടുത്ത് പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം ഫർഗീവ്നെസ്, വില്ലിങ്നെസ് ടു ഫർഗീവ്. അവരെ ക്ഷമിക്കാനുള്ള മനോഭാവം നമുക്ക് വേണം. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്താലും അവരെ ക്ഷമിക്കാനുള്ള മനോഭാവം നമുക്ക് വേണം, വില്ലിങ്നെസ്. രണ്ടാമത് സത്യസന്ധമായിട്ട് നമ്മൾ അതിന് ശ്രമിക്കണം. ചുമ്മാ ഓക്കെ ഞാൻ മറന്നു, ക്ഷമിച്ചു ഞാൻ നിന്നെ, പോ ഒന്ന് നമ്മൾ വായ് കൊണ്ട് ലിപ് സർവീസ് എന്ന് പറയത്തില്ലേ, വെറുതെ വായ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ വെച്ചാൽ എന്തുവാ? അവർ നമ്മളെ നോവിപ്പിച്ചതും സംസാരിച്ചതും നമ്മളെ കുറ്റപ്പെടുത്തിയതും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. എല്ലാം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ എന്ന് വെച്ചേച്ച് പിന്നെ പുറമേ വെളിയിൽ ഞാൻ നിന്നെ ക്ഷമിച്ചു, പോ എല്ലാം ശരിയായി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ അങ്ങനെ വേരോടി കിടക്കുന്ന ആ നെഗറ്റിവിറ്റിയെ എടുത്ത് എറിയണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ അവരെ ക്ഷമിച്ചു എന്ന് പറയാനൊക്കത്തുള്ളൂ. അങ്ങനെ അവരെ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. ഓക്കെ, അങ്ങനെ അപ്പം ഇത് ഇത്രയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി, ഇപ്പം ടെക്നിക്ക് ഓഫ് ഫർഗീവ്നെസ്. ശരി, ക്ഷമിക്കണമെന്ന് പറയുന്നു. ക്ഷമിക്കാനുള്ള മനസ്ഥിതി ഉണ്ട്, ആത്മാർത്ഥതയോടെ ക്ഷമിക്കണമെന്ന് വിചാരിക്കുന്നു. അതിനെന്തെങ്കിലും ടെക്നിക്കുണ്ടോ മാഡം? ഉണ്ട്. അത് ഡോക്ടർ മർഫി പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ടെക്നിക്കാണ്? ടെക്നിക്ക് ഓഫ് ഫർഗീവ്നെസ് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മെത്തേഡ് അദ്ദേഹം പറയുന്നുണ്ട്. എപ്പോഴും പോലെ നമ്മളവിടെ പോയി രാത്രി കിടക്കുന്നതിന് മുമ്പേ ക്വയറ്റായിട്ട് ഇരിക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, ദൈവത്തിനെ വിചാരിച്ച് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യുക. അതായത് ഐ ഫുള്ളി ആൻഡ് ഫ്രീലി ഫർഗീവ് എന്ന് പറഞ്ഞിട്ട് ആരെ ക്ഷമിക്കണോ അവരുടെ പേര് പറയണം. ഓക്കെ, അത് ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, മക്കളായിരിക്കാം, ഫ്രണ്ടായിരിക്കാം, ആര് വേണമെങ്കിലും ആയിരിക്കാം.
ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, അവരുടെ പേര് പറയുക. ഐ ഫുള്ളി ആൻഡ് ഫ്രീലി ഫർഗിവ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ നിന്നെ ക്ഷമിക്കുന്നു. ഞാൻ മാനസികമായിട്ട് അവരെ ഞാൻ ഫ്രീ ആക്കുന്നു. റിലീസ് എന്ന് വെച്ചാൽ അതിനെ വിട്ടുകളയുന്നു. റിലീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വിട്ടുകളയുന്നു. അതായത് അവർ ചെയ്ത ദ്രോഹത്തിനെയോ അവർ കുത്തി വർത്താനം അവർ പറഞ്ഞതിനെയോ അവർ എന്ത് ചെയ്താലും ശരി, അതിനെല്ലാം ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളതിനെ എടുത്ത് കളയുന്നു. ഐ കംപ്ലീറ്റ്ലി ഫർഗിവ് എവറിത്തിങ് കണക്റ്റഡ് വിത്ത് ദ മാറ്റർ ഇൻ ക്വസ്റ്റ്യൻ. ആ സംഭവത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ മറക്കുന്നു. അപ്പം ഐ ആം ഫ്രീ ആൻഡ് ഹീ ഈസ് ഓൾസോ ഫ്രീ. അങ്ങനെ പറയണം. ഐ ആം ഫ്രീ. ഇപ്പം എൻ്റെ മനസ്സിൽ യാതൊരു ദ്വേഷവും ഇല്ല. എൻ്റെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള യാതൊരു പകയും ഇല്ല. അതേപോലെ അയാളും ഫ്രീ ആയി. ഓക്കെ, അങ്ങ് പറഞ്ഞ് ഇറ്റ്സ് എ മാർവലസ് ഫീലിംഗ് എന്നാണ് പറയുന്നത്. അത്രയും നല്ല ഒരു ഫീലിംഗ് ആണ് എന്ന് പറയാം. സോ ഐ റിലീസ് എനിബഡി ആൻഡ് എവരിബഡി ഹൂ ഹാസ് എവർ ഹേർട്ട് മീ. ഐ റിലീസ് എനിബഡി ആൻഡ് എവരിബഡി എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എന്നെ ഉപദ്രവിച്ചവരെ എല്ലാവരെയും എൻ്റെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്ത് കളയുക. പോട്ടെ എല്ലാം പോട്ടെ, ക്ഷമിക്കുക. സോ ഐ ഹാവ് റിലീസ്ഡ് യു ആൻഡ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ലൈഫ് ആർ യുവേഴ്സ്. ഐ റിലീസ്ഡ് യു എന്ന് പറഞ്ഞിട്ട് പ്രാകരുത്. ഞാൻ മനസ്സിൽ നിന്ന് നിങ്ങളെ എടുത്തു കളഞ്ഞു എന്ന് വിചാരിച്ച് നീ അങ്ങനെ നശിച്ചു പോകണം, നീ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണമെന്നല്ല. പ്രാകരുത്. ബ്ലെസ് ചെയ്യണം. എന്തോ പറയണം? ആൻഡ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ലൈഫ് ആർ യുവേഴ്സ്. നിനക്ക് ഞാൻ എല്ലാ നന്മകളും നേരുന്നു എന്ന് വരെ പറയണം. ചുമ്മാതെ അവരെ റിലീസ് ചെയ്ത് വിട്ടാൽ പോരാ. അത് മാത്രമല്ല, അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നിനക്ക് എല്ലാ നന്മകളും നേരുന്നു. ചിലർ പറയും ഞാൻ എല്ലാം മറന്നു, എന്നാലും പോട്ടെ, അവൻ അനുഭവിക്കുമ്പോൾ അറിയും, അവന് ഒരു സമയം വരും. ഇതൊക്കെ സത്യം തന്നെയാണ്. ഇന്ന് രാവിലെ നമുക്ക് ചെയ്താൽ വൈകുന്നേരം അത് തിരിച്ചടിക്കും. അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് എല്ലാവർക്കും അറിഞ്ഞ കാര്യമില്ലയോ. അപ്പം നമ്മളായിട്ട് അത് പറയേണ്ട കാര്യം എന്തുവാ? അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുമ്പം അതിന് പേരാണ് പ്രാകുന്നത്. ആ നെഗറ്റിവിറ്റിയോടുകൂടി അവരെ റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. അവരെ റിലീസ് ചെയ്ത് അവരെ ബ്ലെസ് ചെയ്യുക. ഐ ആം ഫ്രീ ആൻഡ് യു ആർ ഫ്രീ. ഇറ്റ് ഈസ് വണ്ടർഫുൾ. അപ്പം നിങ്ങൾ ചെയ്ത എല്ലാം, ആ സിറ്റുവേഷനും വാക്കുകളും ചെയ്ത്തും എല്ലാം ഞാൻ മറന്നു. ഞാൻ നിന്നെ മറക്കുന്നു, നിന്നെ റിലീസ് ചെയ്യുന്നു. ഐ ആം ഫ്രീ ആൻഡ് യു ആർ ഫ്രീ. ഇതാണ് ഫർഗീവ്നെസ്സിൻ്റെ ടെക്നിക്ക്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നേരെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടത്തുള്ളൂ. ഇതിൽ ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ശ്രദ്ധിക്കുക. The great secret of true forgiveness is that once you have forgiven the person, it is unnecessary to repeat the prayer. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മൾ ഒരാളെ ക്ഷമിച്ച്, ഈ പ്രാർത്ഥന മുഖാന്തരം ക്ഷമിച്ച്, നമ്മളവരെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ട് അവരെ ബ്ലെസ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അത് മതി. ചുമ്മാ നമ്മളിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. സോ വളരെ കാര്യമായിട്ട് ഒരു പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്താൽ മതി. ഇതിൽ ഞാൻ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഈ ഹോപ്പനോപ്പോനോ പറഞ്ഞിട്ടുണ്ട്. ഈ ഹോപ്പനോപ്പോനോ എന്ന് പറയുന്നത് ഒരു ഹവായൻ മെത്തേഡാണ്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പം തരാം, ഈ വീഡിയോയിൽ തരാം. അതും കൂടെ ഒന്ന് നോക്കുക. എന്തുവാ? 4 വാക്ക്. I am sorry, please forgive me, thank you, I love you. ഇത് നമ്മൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ നമുക്ക് പറയണമെന്ന് വെച്ചാൽ, ആ ആളിനെ ഓർത്ത് മനസ്സിൽ ആ ആളിനെ ഓർത്തിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്താണ് പറയേണ്ടത്. ആ ആളിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ആരോ നമ്മളെ
കുത്തി നോവിപ്പിച്ച വാക്കുകൾ കൊണ്ട് കുത്തി നോവിപ്പിച്ചു. വലിയ വഴക്കിട്ടിട്ടാണ് രാവിലെ ഓഫീസിൽ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുന്നു. അതിനെ വിചാരിച്ച് ഇങ്ങനെ തികട്ടി വരും. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ തികട്ടി വരുന്നു എന്നല്ല, നമ്മൾ വെളിയിൽ പോകുന്നു, നമ്മളും ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയാലും എല്ലാ ജോലിയും ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൈഡ്, ഒരു മനസ്സ് അതിനെ വിചാരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇന്ന് ഇങ്ങനെ സംസാരിച്ചല്ലോ, ശകലം പോലും ഒരു ലെവലേശം മനസ്സിൽ ഈറനില്ലാത്ത രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കി, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയല്ലോ, എങ്ങനെ ഇയാൾക്കിത് പറയാൻ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ അവർക്കത് എന്നോട് പെരുമാറാൻ പറ്റി ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സമാധാനമായിട്ട് ഒരു 5 നിമിഷം നിൽക്കുക. അങ്ങനത്തെ ആളിനെ വിചാരിച്ചിട്ട് ഓക്കെ, ഞാനും അവർക്ക് വേണ്ടിയാണ് പറയുന്നത്, ഐ എം സോറി. അപ്പം നമ്മൾ ഓരോരുത്തർക്കും പോയി അവരുടെ കാല് പിടിച്ച് മാപ്പ് കേട്ട് സോറി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് എന്നോ നടന്ന കാര്യമായിരിക്കാം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്ന കാര്യമായിരിക്കാം. എന്താണെങ്കിലും ശരി, യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക, ഐ എം സോറി, ഫർഗീവ് മീ, എന്നെ ക്ഷമിക്കുക, താങ്ക് യു, ക്ഷമിച്ചതിന് നന്ദി, അതുകൊണ്ട് ഐ ലവ് യു. ഒരാളെ ഫർഗീവ് ചെയ്യുമ്പം ഈ ലവ് ഈസ് ഇൻ ആക്ഷൻ എന്ന് പറയുന്നില്ലേ, ഫർഗീവ്നെസ് ഈസ് ലവ് ഇൻ ആക്ഷൻ എന്ന്. അപ്പോൾ ഈ ലവ് എന്ന് പറയുമ്പോഴേ ഒരാളെ സ്നേഹിക്കണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. ഒരാളെ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അയാൾ പറയുന്നതിനെ നമ്മൾ ശരിവെക്കണം, അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതൊന്നുമില്ല. അയാളുടെ മനസ്സിലുള്ളത് അയാൾക്ക്, എൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ് എനിക്ക്. നീ അങ്ങനെ പറഞ്ഞോ, ഒരാളെ ക്ഷമിക്കണം എന്ന് പറയുന്നതുകൊണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നല്ലതായിട്ടേ ചിന്തിക്കാവൂ എന്ന് പറയുന്നതുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ക്ഷമിക്കുന്നതിനോ ഇതിനും യാതൊരു സംബന്ധവുമില്ല. അയാളുടെ ഐഡിയ അയാൾക്ക്, എൻ്റെ ഐഡിയ എനിക്ക്. ഓക്കെ, ഞാൻ നിന്നെ ക്ഷമിച്ചു, നീ ഇന്ന് ചെയ്തത്, എന്നോട് പെരുമാറിയത് ഒട്ടും ശരിയല്ല, പക്ഷേ ഞാൻ അതിനെ വിട്ടുകളഞ്ഞു എന്ന് വെച്ചാൽ വായ കൊണ്ട് ജസ്റ്റ് ലിപ് സർവീസായിട്ട് വിട്ടുകളയുന്നതിനല്ല, മനസ്സിൽ നിന്ന് എടുത്ത് തൂക്കി എറിഞ്ഞ് കളഞ്ഞു, വിട്ടേരെ, ഇനി വേണ്ട. അങ്ങനെ നമ്മൾ ക്ഷമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് സ്വസ്ഥതയോട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണോ, മനസ്സമാധാനം വേണോ, ദേഹ ആരോഗ്യം വേണോ, സ്വസ്ഥത വേണോ, നമുക്കിങ്ങനെ ചെയ്യാൻ പഠിക്കണം. ഒരേ ഒരു കാര്യം, ഇതിലെല്ലാം നീ ക്ഷമിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് വിട്ട് തള്ളുന്നതല്ല, അതിൽ കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത്. അപ്പം എന്തൊക്കെയാ പാഠങ്ങൾ പഠിക്കാനുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കണം. പാഠങ്ങൾ പഠിച്ചെടുക്കാതെ വെറുതെ നിന്നെ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളെ പാഠം പഠിപ്പിക്കാനാണ് ഈ പലരും നമ്മളുടെ ജീവിതത്തിൽ കയറി വന്നത്. അപ്പം നമ്മൾ പാഠം പഠിക്കാത്തവരെ അവർ നമ്മളുടെ ജീവിതത്തിൽ ഒട്ടിക്കൊണ്ടിരിക്കും, പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ ശ്രമിച്ചു, പാഠം പഠിച്ചില്ല, ഇന്ന് ശ്രമിക്കുന്നു, പാഠം പഠിച്ചില്ല, നാളെയും ശ്രമിക്കും. ഇതിങ്ങനെ നീണ്ടു പോകും. പക്ഷേ എന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ആ പാഠങ്ങൾ പഠിച്ചെടുത്താൽ പിന്നെ ഒരു പ്രയാസവുമില്ല. അവർ വന്ന ജോലി തീർന്നു, അവർ നമ്മളുടെ ജീവിതത്തിനേ മാറിപ്പോകും. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എല്ലാവരെയും നമ്മൾക്ക് ക്ഷമിക്കാൻ അറിയണം, ക്ഷമിക്കാൻ പറ്റണം എന്നുള്ളതാണ്.
എന്താ വെച്ചാൽ അവനവൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ചിന്തകളിനെ വെച്ചാണ് നമ്മളുടെ ജീവിതമേ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബൈബിളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫോർ ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹീ. ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട്. അവൻ്റെ മനസ്സിൽ എന്തോ വിചാരിക്കുന്നോ, തോട്ട്സ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അതുപോലെ ആയിരിക്കും അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ യാതൊരു കാരണം കൊണ്ടും, അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അതിനെ എടുത്ത് എറിയണം. സോ നമുക്ക് നെഗറ്റീവായിട്ടുണ്ടായ എത്രയോ കാര്യങ്ങൾ, അതിനെ എല്ലാത്തിനെയും നിങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ന് വീഡിയോ കേൾക്കുന്നില്ലയോ, ഇന്ന് തൊട്ട് പഴയതെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കണം. ആരാരും നമ്മളെ കുത്തി നോവിപ്പിച്ചോ, ആരാരും നമ്മളെ ചീറ്റ് ചെയ്തോ, ആരാരും നമ്മളെ കബളിപ്പിച്ചോ, ആരാരും നമുക്ക് ദ്രോഹം ചെയ്തോ, ആരാരും നമ്മളെ വൃത്തികെട്ട രീതിയിൽ നമ്മളെ അടിച്ചമർത്തിയോ, അവരെല്ലാം പഴയതെല്ലാം ഓർക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പുണ്ണായിട്ട് വ്രണമായിട്ട് കിടക്കരുത്. അപ്പോൾ അതെല്ലാം നമ്മൾ ചിന്തിച്ച് ഓരോന്നായിട്ടെടുത്ത് അവരെ ഫർഗീവ് ചെയ്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. അത് വർക്കൗട്ട് ചെയ്യണം. എങ്ങനെ ജിമ്മിൽ പോയി 6 മാസം നല്ല പാടുപെട്ട് വർക്കൗട്ട് ചെയ്താലേ ഒരു 10 കിലോ കുറയത്തുള്ളൂ. അതുപോലെ നമ്മളും ഇരുന്ന് സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ട് നമ്മൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് നമ്മൾ മനസ്സിൽ നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ഈ വ്രണങ്ങളെയെല്ലാം മാറ്റി അതിനെ ഹീൽ ചെയ്യണം, അതിനെ സുഖപ്പെടുത്തണം. അതാണ് ഫർഗീവ്നെസ്. അപ്പോൾ ഫർഗീവ്നെസ് എന്ന് വെച്ചാൽ മറ്റവരെ ക്ഷമിക്കുക. എന്തിന് ക്ഷമിക്കണം? അവർക്ക് നല്ലത് വരുന്നോ ഇല്ലയോ, നമുക്ക് മനസ്സമാധാനം വേണം, ദേഹാരോഗ്യം വേണം. ഇതിനു വേണ്ടിയെങ്കിൽ നമ്മളെ ക്ഷമിക്കണം, നമ്മൾ കുറ്റബോധവും കൊണ്ട് നടക്കരുത്, മറ്റവരെയും ക്ഷമിക്കണം. ക്ഷമിച്ച് മറക്കുക. ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. അങ്ങനെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹോപ്പനോപ്പനോയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫർഗീവ് ആൻഡ് ഫർഗെറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് തരാം. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇനി ഒരു പ്രാവശ്യം കൂടെ കാണാം. ഓക്കെ, സോ ഇത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓൺ എ ഡെയിലി ബേസിസ് പ്രാക്ടീസ് ചെയ്യണം. ഹോപ്പനോപ്പനോ മസ്റ്റായിട്ട്. I am sorry, please forgive me, thank you, I love you. ഇത് ആരിടത്തും പോയി നേരിട്ട് പറയേണ്ട കാര്യമില്ല. ആളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. യൂണിവേഴ്സ് ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്, ഇതേ ചാപ്റ്റർ, ഇതേ ബുക്കിൽ നിന്ന്